ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സിംഗം 3 എന്ന സിനിമയെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. സൂര്യ നായകനാക്കി ഹരി സംവിധാനം ചെയ്ത് 2017 ഫെബ്രുവരി 9 റിലീസ് ചെയ്ത സിംഗം സീരീസിലെ മൂന്നാമത്തെ സിനിമയാണ് സിംഗം 3. സിംഗം 1ഉം 2ഉം ബ്ലോക്ക് ബസ്റ്റർ അടിച്ച കിടില സിനിമകളാണ്. സിംഗം 1നോട് 100% നീതി പുലർത്തിയ സിനിമയാണ് സിംഗം 2. എന്നാൽ സിംഗം 3 ഈ രണ്ട് സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ 100 പോയിട്ട് ഒരു 10% പോലും നീതി പുലർത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത് മാത്രമല്ല, ബോക്സ് ഓഫീസിലും സിംഗം 3 അട്ടർ ഫ്ലോപ്പാണ്. ഇനി നമുക്ക് അനാലിസിസിലേക്ക് കിടക്കാം. സിംഗം 3 ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആവാൻ മെയിൻ കാരണം സിനിമയുടെ സ്റ്റോറി തന്നെയാണ്. കാരണം ഹരി എന്ന ഡയറക്ടർ സിംഗം 1ലും 2വിലും എന്താണോ സ്റ്റോറി അത് തന്നെയാണ് 3ലും എടുത്തു വെച്ചേക്കുന്നത്. ഇപ്പം സിംഗം 2 നോക്കുകയാണെങ്കിലും അതേ സ്റ്റോറി തന്നെയാണ്. എന്നാൽ ഒരേ സ്റ്റോറി ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ യൂസ് ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ദഹിച്ചേക്കാം. എന്നാൽ വീണ്ടും അതന്നെ തേർഡ് പാർട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഒരിക്കലും ദഹിക്കില്ല. അതുതന്നെയാണ് സിംഗം 3ക്കും സംഭവിച്ചത്. 3 പാർട്ടിലും ഒരേ സ്റ്റോറി. ആകെ മാറ്റമുള്ളത് വില്ലന്മാരും നായികമാരും മാത്രമാണ്. അതുപോലെ തന്നെ സിനിമയുടെ ഹൈപ്പും ഈ ഒരു സിനിമയ്ക്ക് വിനയായെന്ന് പറയാം. കാരണം സിംഗം 1ഉം 2ഉം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളായിരുന്നു. അപ്പോൾ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഹരി സൂര്യയും വീണ്ടും സിംഗം 3യുമായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഹൈപ്പിൻ്റെ ലെവല് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ആയാലും ട്രെയിലർ ആയാലും എല്ലാം വന്നപ്പോൾ നല്ല ഹൈപ്പ് പടത്തിന് കയറി. എന്നാൽ റിലീസായപ്പോൾ പടത്തിന് ഫുൾ ആൻഡ് ഫുൾ നെഗറ്റീവ് റിവ്യൂസും. എനിക്ക് പേഴ്സണലി സിംഗം 3യുടെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം കൺഫേം ആയിരുന്നു, പടം മൂഞ്ച് എന്ന്. കാരണം ട്രെയിലറിൽ തന്നെ ഉണ്ട് പടത്തിൽ ഓവർ മാസാണ്. മാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ മാസ്. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും മാസിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, പക്ക ബാലൻസ് ചെയ്താണ് കൊണ്ടുപോയത്. എന്നാൽ സിംഗം 3യിൽ മാസിൽ ലിമിറ്റ് ഇല്ലായിരുന്നു. ഓവർ മാസ് കുത്തിക്കയറ്റി പടത്തിനെ ഇല്ലാണ്ടാക്കി. പിന്നെ സൂര്യയുടെ ലുക്ക്, സ്ക്രീൻ പ്രസൻസ്, സ്വാഗ് എല്ലാം നൈസായിരുന്നു. പിന്നെ സോങ്സ്, സിംഗം ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും മ്യൂസിക് ഡയറക്ടർ DSP ആയിരുന്നു. പുള്ളി സോങ്സ് BGMs എല്ലാം വെടിപ്പായിട്ട് തന്നെ 2 പാർട്ടിലും ചെയ്തു വെച്ചു. എന്നാൽ 3യിൽ ഹാരിസ് ജയരാജാണ്. ഒരു സോങ് ഒഴിച്ച് ബാക്കി എല്ലാ സോങ്സും നല്ല അപരാധമായിരുന്നു. ഒരു വൈഫൈ എന്ന് പറഞ്ഞിട്ട് ശ്രുതിഹാസൻ്റെ ഒപ്പം ഒരു സോങ് ഉണ്ട്, ആ സോങ് കിടുമായിരുന്നു. ബാക്കി സോങ്സ് എല്ലാം നല്ല അപരാധമായിരുന്നു. പിന്നെ BGMസും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് സിനിമയിൽ പോരായ്മയായിട്ട് തോന്നിയത് അനുഷ്ക ഷെട്ടീനെയാണ്. പുള്ളിക്കാരിയുടെ ഫിറ്റ്നസ് സിംഗം 1ലും 2വിലും പുള്ളിക്കാരിയുടെ ഫിറ്റ്നസ് ആയാലും എല്ലാം പൊളിയായിരുന്നു. എന്നാൽ 3യിലേക്ക് വരുമ്പോൾ അനുഷ്ക ഷെട്ടിയുടെ ഫിറ്റ്നസ് ഫുള്ളായിപ്പോയി. ഫുള്ള് തടിച്ചു കൊഴുത്ത് ഒരുമാതിരി അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ശ്രുതിഹാസൻ്റെ കാസ്റ്റ് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്നായിരുന്നു ശ്രുതിഹാസനെ എനിക്ക് സിംഗം 3യിൽ കണ്ടപ്പോൾ തോന്നിയത്. ഒരു മിസ്കാസ്റ്റാണ്, അനാവശ്യമായിട്ടുള്ള ഒരു നായിക കൂടി. ചുമ്മാ ദുരൈ സിംഗം എന്ന ക്യാരക്ടറിൻ്റെ പുറകെ നടക്കുന്ന ഒരു വേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് ശ്രുതിഹാസനെ പേഴ്സണലി ഫീലായത്. പിന്നെ ഇതിൽ ശ്രുതിഹാസനെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു സോങ്ങിന് വേണ്ടി. കാരണം സിംഗം ഫസ്റ്റിലായാലും ആകെ ഒരു നായികയുള്ളൂ, അത് നമ്മുടെ അനുഷ്കയാണ്. അന്ന് പുള്ളിക്കാരിയുടെ ഫിറ്റ്നസ് എല്ലാം പൊളിയായിരുന്നു. അതുകൊണ്ട് സിംഗം 1ൽ ഐറ്റ സോങ്ങിലായാലും നേവൽ ഡാൻസിലായാലും അനുഷ്ക തന്നെ മതി, അവിടെ ഒരു വേറൊരു നായികേൻ്റെ ആവശ്യം വന്നിരുന്നില്ല. സിംഗം 2ലേക്ക് വരുമ്പോൾ ഹൻസിക ഒരു സെക്കൻഡ് ഹീറോയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഹൻസികയ്ക്കും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നോർമലൊരു സോങ്, എന്തിനോ വന്നു എന്തിനോ മരിച്ചു എന്ന രീതിയിലായിരുന്നു ആ ഒരു ക്യാരക്ടർ. സിംഗം 2ലാണെങ്കിലും അനുഷ്കേൻ്റെ ഫിറ്റ്നസ് ഓക്കെ ആയിരുന്നു. അതുകൊണ്ടും അതിൽ 2-3 നേവൽ ഡാൻസ് അനുഷ്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഹൻസികേൻ്റെ വേറെ സോങ്ങിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. എന്നാൽ 3യിലേക്ക് വരുമ്പോൾ അനുഷ്കേൻ്റെ ഫിറ്റ്നസ് എല്ലാം പോയി. ഇപ്പോൾ അനുഷ്കേനെ വെച്ച് നേവൽ ഡാൻസ് കളിപ്പിച്ച അത് അഴകിയ തമിഴ് മകളിൽ നമിതേനെ കൊണ്ട് കളിപ്പിച്ച പോലെയാവും. അപ്പോൾ പിന്നെ അത് വേണ്ട. സോ വേറൊരു ക്യാരക്ടറിനെ വെച്ച് ചെറിയൊരു നേവൽ ഡാൻസേലും പടത്തിൽ വേണം. അപ്പോൾ പിന്നെ സിംഗം 2 പോലെ തന്നെ സിംഗം 3യിൽ ഒരു സെക്കൻഡ് ഹീറോയിൻ വേണം. അങ്ങനെയാണ് ശ്രുതിഹാസനെ കൊണ്ടുവന്ന് വൈ 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 വൈഫൈ എന്ന സോങ്ങിൽ നേവൽ ഡാൻസ് കളിപ്പിച്ചത്. സത്യത്തിൽ ഈ പടത്തിൽ ഇല്ലോജിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് സെക്കൻഡ് ഹീറോയിനായിട്ടുള്ള ശ്രുതിഹാസൻ. കാരണം ഇതിൽ ദുരൈ സിംഗം വൈഫായിട്ടുള്ള അനുഷ്കയായിട്ട് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട്. അങ്ങനെ അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ആ ടൈമിലാണ് നമ്മുടെ ദുരൈ സിംഗം വൈഫ് ഉണ്ടായിട്ടും സെക്കൻഡ് ഹീറോയിൻ്റെ ഒപ്പം പോയിട്ട് വൈ വൈ വൈഫൈ എന്ന് പറഞ്ഞ ഡാൻസ് പോയി കളിക്കുന്നത്. എന്ത് ലോജിക്കാന്ന് ഒരു പിടുത്തമില്ല. പിന്നെ ഇതിൽ ശ്രുതിഹാസൻ ഒരു ജേർണലിസ്റ്റ് ആണെന്നുള്ള ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇമ്പാക്റ്റും ഇല്ല, വെറുതെ. പിന്നെ ഈ പടത്തിനെ മെയിനായിട്ട് ബാധിച്ചത് സിനിമയിലെ ഫൈറ്റാണ്. വില്ലന്മാരെല്ലാം റബ്ബർ പന്താണ്.
ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ വില്ലന്മാർ കുറച്ച് അപ്പുറം പോയി പറന്ന് വീഴുന്നതൊക്കെ നമുക്ക് സഹിക്കാം. എന്നാൽ ഇത് അങ്ങനെയല്ല. ദുറൈസിംഗ ഒരു പഞ്ച് ചെയ്താൽ വില്ലന്മാർ ഒരു കണ്ടെയ്നറുമേ പോയി ഇടിച്ച് അവിടുന്ന് പിന്നെയും തിരിച്ചു വന്ന് നിലത്തിടിച്ച് പൊന്തി വീണ്ടും കണ്ടെയ്നറിനുമേ ഇടിച്ച് വീണ്ടും നിലത്ത് വന്ന് ഇടിച്ച് പൊന്തുക. ഫുള്ള് റബ്ബർ പന്ത് കളിയാണ്. ഇത്രയൊരു ബോറ് ഫൈറ്റ് ഞാനൊരു സിനിമയിലും കണ്ടിട്ടില്ല. ആ ലെവലിൽ മാസ് കൂട്ടി അപരാധമാക്കി വെച്ചതാണ് സിംഗം 3. അതുപോലെ തന്നെ സിനിമയിലെ വില്ലന്മാർ, സിംഗം ഫസ്റ്റിലെ വില്ലനായിട്ടുള്ള പ്രകാശ് രാജ് ആണെങ്കിലും സിംഗം 2-ലെ ഡാനി ആണെങ്കിലും രണ്ട് വില്ലന്മാരും വേറെ ലെവലായിരുന്നു. എന്നാൽ 3-ലേക്ക് വരുമ്പോൾ വില്ലന്മാരെല്ലാം നല്ല കോമാളികളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതും മെയിൻ വില്ലൻ താക്കൂർ അനുരൂപ് സിംഗ് ആണ് സിംഗം 3-ൽ മെയിൻ വില്ലൻ വേഷം ചെയ്തത്. പുള്ളിയുടെ ബോഡിയും മസിൽ വിരിച്ച് നിൽക്കലെല്ലാം പൊളിയാണ്, പക്ഷെ മണ്ടനാണ്. ഫസ്റ്റിലും സെക്കൻഡിലും ഉണ്ടാക്കിയ വില്ലന്മാരുടെ ഇമ്പാക്റ്റ് ഒന്നും 3-ൽ ഒരു വില്ലനും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത് സിനിമയുടെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, സിനിമയിലെ കോമഡി സീൻസ് അറിയാലോ, സൂര്യയാണ്. സൂര്യയുടെ കുറേ ക്രിഞ്ച് കോമഡി, അതിൻ്റെ ഒപ്പം ശ്രുതിഹാസൻ്റെ വക ക്രിഞ്ച് റൊമാൻസും എല്ലാം കൂടിയായിട്ട് കോമഡി എന്ന പേരിൽ കുറേ ചളിവാരിത്തേക്കലാണ് സിംഗം 3-ൽ ഉണ്ടായത്. പിന്നെ സിനിമയിലെ വില്ലനും സൂര്യയും തമ്മിലുള്ള ചില മാസമായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്, അതെല്ലാം കിടുവായിരുന്നു. സിനിമയുടെ ഇൻ്റർവെൽ ബ്ലോക്ക് എല്ലാം നല്ല ബോറായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു ബിലോ ആവറേജ് രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫ് തൊട്ട് വില്ലന്മാർക്കെതിരെ നമ്മുടെ ദുറൈസിംഗം തിരിയുന്നതാണ് കാണിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് വില്ലൻ്റെ ഓഫീസിൽ പോയിട്ട് ഒരു മാസ് ഡയലോഗ് അടിക്കുന്ന സൂര്യയുടെ ഒരു സീനുണ്ട്. അത് ഗംഭീര സീനായിരുന്നു. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വില്ലൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നിൽക്കുന്ന ടൈമിലുള്ള ദുറൈസിംഗത്തിൻ്റെ ഒരു എൻട്രി, അതായിരുന്നു ആ ഒരു സീൻ. ആ ഒരു സീൻ എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായി. അതുപോലെ തന്നെ എനിക്ക് സിംഗം സീരീസിൽ സെക്കൻഡ് പാർട്ട് തൊട്ട് തന്നെ തോന്നിയൊരു നെഗറ്റീവാണ്, ദുറൈസിംഗം വില്ലന്മാരെ ചേസ് ചെയ്ത് പുറകിൽ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ദുറൈസിംഗം ഒരു സ്വർണ്ണസിംഹമായി മാറുന്നൊരു സീനുണ്ട്. അതൊക്കെ നല്ല അബദ്ധമായിരുന്നു. പ്രത്യേകിച്ച് ആ ഗ്രാഫിക്സ്, അതൊക്കെ അവർക്ക് ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് പാർട്ടിലുള്ള പോലെ തന്നെ നോർമൽ ഒരു ഗ്രാഫിക്സ് സിംഹത്തിനെ വെച്ചിരുന്നെങ്കിൽ ഇതിലും ഭേദമായേനെ. സിംഗം 2 തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു രീതിയായിരുന്നു, പടം തുടങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ആക്ട്രസിനെ കൊണ്ടുവന്ന് ഒരു ഐറ്റം സോങ് കളിപ്പിക്കുക. സിംഗം 2-ൽ അത് നമ്മുടെ അഞ്ജലി ആയിരുന്നു. അതിലെ വാളേ വാളേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, നൈസ് സോങ് ആയിരുന്നു. സിംഗം 3-ൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാ നായിക എന്ന് പോലും അറിയില്ല, ഏതോ ഒരു തള്ളേനെ പിടിച്ച് ഐറ്റം സോങ് കളിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു നായികയും ഇവന്മാർക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു. വേറെ എത്ര നായികമാരുണ്ട്, ഇല്ലെങ്കിൽ ശ്രുതിഹാസിനിയിൽ വെച്ചത് കളിപ്പിക്കായിരുന്നു, അതുമില്ല. അങ്ങനെ പിന്നെ പടം സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ സൈഡ് റോളിലുള്ള വില്ലന്മാരെല്ലാം ദുറൈസിംഗം തീർത്ത് പിന്നെ നേരെ ക്ലൈമാക്സിൽ നമ്മുടെ മെയിൻ വില്ലനും ദുറൈസിംഗും ആയിട്ടുള്ള ഫൈറ്റായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ശോകമായിരുന്നു, നല്ല ബോറ് ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാട്ടവരാത ഫൈറ്റ് എന്ന് തന്നെ പറയാം. കാട്ടിനുള്ളിൽ വെച്ച് ചെയ്ത ഒരു കാട്ടവരാത ഫൈറ്റ്, നല്ല അബദ്ധ ഫൈറ്റായിരുന്നു. നമ്മുടെ മെയിൻ വില്ലനും റബ്ബർ പന്ത് തന്നെയാണ്. സിംഗം ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ഫൈറ്റ് കോറിയോഗ്രാഫി ഒക്കെ എത്ര അടിപൊളിയായിട്ടാണ് ചെയ്തത്. എന്നാൽ സിംഗം 3-ൽ 10 പൈസക്കില്ലാത്ത കോറിയോഗ്രാഫിയാണ് ഫൈറ്റിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ക്ലൈമാക്സിൽ വില്ലനെയും ദുറൈസിംഗം റബ്ബർ പന്ത് പോലെ അടിച്ചടിച്ച് ലാസ്റ്റ് വെടിവെച്ച് കൊല്ലുന്നു. ഈ പടം അട്ടർ ഫ്ലോപ്പായതിൽ ഒരത്ഭുതമില്ല, കാരണം ആ ലെവലിലാണ് പണി വെച്ചേക്കുന്നത്. മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. ഞാൻ പറഞ്ഞല്ലോ, പടത്തിനെ മെയിനായിട്ട് ബാധിച്ചത് ഫസ്റ്റിലും സെക്കൻഡിലും കണ്ടുവരുന്ന അതേ ക്ലീഷേ സ്റ്റോറി, അനാവശ്യമായിട്ടുള്ള സെക്കൻഡ് ഹീറോയിൻ, അതുപോലെ തന്നെ ഒട്ടും ഇമ്പാക്റ്റ് തരാത്ത വില്ലന്മാർ, ഓവറായിട്ടുള്ള മാസ് സീക്വൻസും ഫൈറ്റ് സീക്വൻസും, പിന്നെ ക്ലീഷേ ബോറ് ക്ലൈമാക്സും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സിംഗം 3 ഫ്ലോപ്പ് ആയത്. എനിക്കെന്തായാലും സിംഗം 3-യുടെ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും വളരെ ബോറായിട്ട് ബിലോ ആവറേജിന് താഴെയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പോൾ സിംഗം 3-നെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.